സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത്ര അടിപൊളിയാണ്. ഞാൻ അനിയനായതുകൊണ്ട് പൊക്കി പറയുന്നതല്ല. ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന സമയത്ത് എന്നെ ഉച്ചക്കേ ഓഫീസിൽ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വർക്ക് എന്താ വെച്ചാൽ എൻ്റെ മാമൻ്റെ മോനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ITL പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മാസമായിട്ട് അവന് ആർട്ടിലും ഡ്രോയിങ്ങിലൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം കാണുന്നുണ്ട്. കാരണം പഠിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അവൻ്റെ വീട്ടിൽ കംപ്ലീറ്റ് വോളിലെല്ലാം ഇങ്ങനെ കുറച്ച് ആർട്ടും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു വോള് തരാം, ആ ഒരു വോള് നീ ശ്രീബുദ്ധനെ വരക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, തന്നീശ് ഞാൻ വരച്ചെന്തായാലും കൊളാവെന്ന് പറഞ്ഞു. ഞാനില്ല, നീ ധൈര്യത്തിൽ വരച്ചെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അഥവാ കൊളായെങ്കിൽ കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കേണ്ടി വരുന്നു. ഞാൻ അതൊന്നും നീ ടെൻഷൻ അടിക്കണ്ട, നീ എന്തായാലും വരക്കെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസമായിട്ട് വരക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നത് ഫിനിഷായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്ന് വരക്കുന്ന കണ്ടായിരുന്നു. പകുതി വരച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത് കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിതാ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കല, എന്തായി നോക്കല്ലോ. അപ്പോൾ ഒന്ന് വാ, പോയി നോക്കിയിട്ട് വരാമല്ലോ എന്തായി എന്നുള്ളത്. അതായി ഇവിടെ ഇതാ ഇങ്ങനെ കാണിച്ചതാ, വാ. എന്തായി കഴിഞ്ഞ് നമുക്കൊന്ന് ആ ഡ്രോയിങ് കാണാൻ നോക്കട്ടെ. അപ്പം ഇതാണ് നമ്മളെ ബുദ്ധൻ. വാവ്, നല്ല അടിപൊളിയിൽ വരച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ വോള് വരുന്നേ നല്ല പെർഫെക്ഷനോട് കൂടിയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇതാണ് വരച്ച ആള്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. എത്ര ദിവസം എടുത്ത് വരക്കാൻ വേണ്ടിയിട്ട്? 3 ദിവസം. ഇത് ശരിക്കും പഠിച്ചിനോ? വരക്കാൻ പഠിച്ചതാണോ? പിന്നെ എങ്ങനെ ഈ കഴിവ് വന്നേ? തനിയെ വന്നത്? എന്നാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഏത് ഫീൽഡാ പഠിക്കുന്നത്? ITL ഏതാ? ടെർണർ. അത് വിട്ടേക്ക് കേട്ടോ, ഇനി ഈ ഫീൽഡ് തന്നെ നോക്കിയാൽ മതി. ഇതെന്തായാലും നല്ല ഭംഗിയിൽ വരക്കാനുള്ള കഴിവുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവൻ ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രോയിങ് ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല, ഇതുപോലത്തെ ഒരു ആർട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതാണ് അപ്പു ചെയ്ത വർക്ക്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വോളുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്ത ആ ഒരു ഫിനിഷിങ്ങോട് കൂടി ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ അനിയനായതുകൊണ്ട് പൊക്കി പറയുന്നതല്ല, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള നമ്മുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടുകളാണ് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് വളരാൻ പറ്റുക. അപ്പോൾ ഇത് നോക്കിയാൽ എന്നെക്കാളും ഹൈറ്റിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ വോളിൽ